കാരുണ്യ പദ്ധതി നിർത്തലാക്കില്ല എന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ഒരു ആരോഗ്യ പദ്ധതിയും നിർത്തലാക്കില്ലെന്ന് തോമസ് ഐസക് പറഞ്ഞു. പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായം നൽകുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി സർക്കാർ നിർത്തലാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ചുവരുന്ന വാർത്തകൾ അവാസ്തവമാണെന്ന് ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് തിരുവനന്തപുരത്ത് പറഞ്ഞു. കാരുണ്യ മാത്രമല്ല ഒരു ആരോഗ്യ പദ്ധതിയും സർക്കാർ നിർത്തലാക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരുണ്യ ആരോഗ്യ സഹായ പദ്ധതി നിർത്തലാക്കിയിട്ടില്ല, നിർത്തലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അടുത്ത വർഷവും. ഈ പദ്ധതി മാത്രമല്ല, നിലവിലുണ്ടായിരുന്ന ഒരാരോഗ്യ സഹായ പദ്ധതിയും നിർത്തലാക്കിയിട്ടില്ല. അടുത്ത ബഡ്ജറ്റിലും അവർക്ക് സ്ഥാനം ഉണ്ടാകും. ഡിസംബർ 31 വരെ ഏതാണ്ട് 30,000 രോഗികൾക്ക് ധനസഹായം കാരുണ്യം കൊടുത്തിട്ടുണ്ട്. കാരുണ്യയിൽ 391 കോടി രൂപയുടെ കുടിശ്ശികയിട്ടാണ് UDF സർക്കാർ പോയത്. ഒരു വർഷവും കാരുണ്യ സഹായം UDF സർക്കാർ കുടിശ്ശിക തീർത്ത് നൽകിയിട്ടില്ല. 139 കോടി രൂപയെങ്കിലും ഇനിയും കുടിശ്ശിക നൽകാനുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ 25 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള കണക്കുകൾ യഥാസമയം എത്താത്തത് മാത്രമാണ് ഇപ്പോഴുള്ള പ്രശ്നമെന്നും ഐസക് പറഞ്ഞു. എല്ലാ ആരോഗ്യ പദ്ധതികളെയും ഉൾപ്പെടുത്തിയുള്ള സമ്പൂർണ്ണ ആരോഗ്യ കേരളം സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. എങ്ങനെ നിങ്ങളുടെ ചെറിയ ചികിത്സകൾക്ക് രോഗങ്ങൾക്ക് ചികിത്സ ഫ്രീ ആയിട്ട് കിട്ടുന്നു, അതുപോലെ ഈ മാറാ രോഗങ്ങൾ വന്നാലും ചികിത്സ ഫ്രീ ആയിട്ട് കിട്ടണം. അതാണ് ഇൻഷുറൻസ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവകാശമായിട്ട് മാറണം. മന്ത്രിയുടെ ഔദാര്യമല്ല ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ വിവേചനാധികാരം. ഇവിടുത്തെ ഓരോ പൗരന്റെ അവകാശമായിട്ട് മാറണം. കാരുണ്യ കുടിശ്ശിക കണക്കാക്കാൻ ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എന്നാൽ കാരുണ്യയെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തമിഴ്നാട്ടിൽ നാളെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ജനറൽ സെക്രട്ടറി ശശികലയും വിശ്വസ്തരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി പ്രഖ്യാപിച്ച് പാർട്ടി പിടിച്ചെടുക്കാൻ പനീർസെൽവം വിഭാഗത്തിന്റെ ശ്രമം. അതേസമയം നാളെ സഭയിൽ ഹാജരായി സർക്കാരിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണം എന്ന് AIADMK പാർട്ടി MLA-മാർക്ക് വിപ്പ് നൽകി. വിശ്വാസ വോട്ടെടുപ്പിൽ പളനിസ്വാമിക്ക് എതിരായി വോട്ട് രേഖപ്പെടുത്താൻ DMK തീരുമാനിച്ചു. വിശ്വാസ വോട്ടെടുപ്പ് നേരിടാൻ ഒരുങ്ങവേ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുകയാണ്. പാർട്ടി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് പനീർസെൽവം വിഭാഗം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി പാർട്ടി ജനറൽ സെക്രട്ടറി ശശികല നിയമിച്ച ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി TTV ദിനകരൻ, ശശികലയുടെ ബന്ധു S വെങ്കടേഷ് എന്നിവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി പനീർസെൽവം വിഭാഗം നേതാവായ E മധുസൂദനൻ വാർത്താക്കുറിപ്പിറക്കി. പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളും ജയലളിതയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങളും ലംഘിച്ചതിനാലാണ് പുറത്താക്കൽ നടപടിയെന്നാണ് വിശദീകരണം. പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷം തങ്ങളാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് പനീർസെൽവം ക്യാമ്പ് നടത്തുന്നത്. അണികളെ ഒപ്പം നിർത്താൻ സംസ്ഥാന പര്യടനം നടത്താനും പനീർസെൽവം തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം നാളെ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും MLA-മാരുടെ കൊഴിഞ്ഞുപോക്ക് തടയാനുമുള്ള ശ്രമങ്ങളാണ് പളനിസ്വാമിയും കൂട്ടരും നടത്തുന്നത്. ഇന്ന് ബംഗളൂരു ജയിലിൽ ശശികലയെ സന്ദർശിക്കുന്നത് മാറ്റിവെച്ച മുഖ്യമന്ത്രി പളനിസ്വാമി കൂവത്തൂരിലെ റിസോർട്ടിലെത്തി MLA-മാരുമായി ചർച്ച നടത്തി. സഭയിൽ ഹാജരായി സർക്കാരിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്ന് AIADMK MLA-മാർക്ക് വിപ്പ് നൽകി. അതിനിടെ മൈലാപ്പൂർ MLA M നടരാജൻ പനീർസെൽവത്തിന് ഒപ്പം ചേർന്നത് ശശികല ക്യാമ്പിന് തിരിച്ചടിയായി. പളനിസ്വാമിക്ക് വോട്ട് ചെയ്യില്ലെന്നും ജനവികാരത്തിന് ഒപ്പം നിൽക്കുമെന്നുമാണ് നടരാജൻ വ്യക്തമാക്കിയത്. രഹസ്യ ബാലറ്റിലൂടെ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് പനീർസെൽവത്തെ പിന്തുണയ്ക്കുന്ന MLA-മാർ സ്പീക്കറോട് അഭ്യർത്ഥിച്ചു. നിലവിൽ 123 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് പളനിസ്വാമി അവകാശപ്പെടുമ്പോൾ രഹസ്യ ബാലറ്റിലൂടെ വോട്ടെടുപ്പ് നടത്തിയാൽ കൂടുതൽ MLA-മാരും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് പനീർസെൽവം ക്യാമ്പിന്റെ പ്രതീക്ഷ. മന്ത്രിസഭ അധികാരമേറ്റതോടെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വിരാമമായെങ്കിലും തമിഴ്നാട്ടിൽ സുസ്ഥിര സർക്കാർ ഉണ്ടാകുമോ എന്ന കാര്യം അറിയണമെങ്കിൽ വിശ്വാസ വോട്ടെടുപ്പ് കഴിയും വരെയും കാത്തിരിക്കണം. സഭയിൽ തിരിച്ചടി നേരിട്ടാലും പാർട്ടി പിടിച്ചെടുക്കാനും അണികളെ ഒപ്പം നിർത്താനുമുള്ള തന്ത്രങ്ങളാണ് പനീർസെൽവം ക്യാമ്പ് മെനയുന്നത്. ദില്ലിയിൽ നിന്നും M സന്തോഷ്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന് ജനപിന്തുണ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസന കാര്യങ്ങളിൽ എതിർക്കുന്നവരെ നാടിന്റെ നന്മ ഉദ്ദേശിച്ച് മാറ്റി നിർത്തേണ്ടി വരും. നാട്ടിൽ വൈദ്യുതി ലഭിക്കണമെങ്കിൽ നഷ്ടം സഹിക്കേണ്ടി വരും. മുൻകാലങ്ങളിൽ എതിർപ്പുകൾക്ക് സർക്കാരുകൾ വഴങ്ങിയത് നഷ്ടമുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സംസ്ഥാനം സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ പാതയിലാണ്. എന്നാൽ വൈദ്യുത ലൈൻ വലിക്കുന്നതിൽ എതിർപ്പുകൾ പലയിടത്തും നിലനിൽക്കുന്നു. മരം നഷ്ടമാകുമെന്ന കാരണം പറഞ്ഞാണ് എതിർപ്പുകൾ. വികസന കാര്യങ്ങളിൽ എതിർക്കുന്നവരെ നാടിന്റെ നന്മ ഉദ്ദേശിച്ച് മാറ്റി നിർത്തേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വൈദ്യുതി സുരക്ഷാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടിലാകെ വൈദ്യുതി ലഭ്യമാകണമെങ്കിൽ ഈ പറയുന്ന നഷ്ടം സഹിച്ചേ പറ്റും. നഷ്ടപ്പെടുന്നവർക്ക് ന്യായമായ
നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്നത്. അതിനെ എതിർക്കാൻ പുറപ്പെട്ടാൽ പിന്നെ എതിർപ്പ് മാറ്റിക്കൊണ്ട് കാര്യങ്ങൾ നടത്തേണ്ടതായിരിക്കും. അത് എതിർക്കാൻ പുറപ്പെട്ടവർക്കും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആരെയും ബുദ്ധിമുട്ടിക്കുകയല്ല, മറിച്ച് നാടിന്റെ നന്മയാണ് സർക്കാർ ലക്ഷ്യം. വൻകിട ജലവൈദ്യുത പദ്ധതികൾ സംസ്ഥാനത്തിന് ആവശ്യമാണ്. എന്നാൽ ചിലയിടത്ത് അത് അപ്രായോഗികമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിലും എതിർക്കുന്നവരെ മാറ്റി നിർത്തേണ്ടിവരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. താപവൈദ്യുത നിലയങ്ങൾ ഒഴിവാക്കി സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കും എന്നത് മിഥ്യാധാരണയാണ്. സമയബന്ധിതമായി സോളാറിൽ നിന്നും സംസ്ഥാനം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വൈദ്യുതി മന്ത്രി എം മണി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിദ്യാർത്ഥി പ്രതിഷേധത്തോടെ നെഹ്റു ഗ്രൂപ്പിന്റെ പാമ്പാടി ലക്കിടി കോളേജുകൾ തുറന്നു. ജിഷ്ണുവിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട മാനേജ്മെന്റ് വിലക്ക് ലംഘിച്ച് പ്രതിഷേധ പ്രകടനവും അനുശോചന യോഗവും കോളേജിൽ നടന്നു. പാമ്പാടി നെഹ്റു കോളേജിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തോടെയാണ് ക്ലാസുകൾ ആരംഭിച്ചത്. കോളേജിലെത്തിയ മുഴുവൻ കുട്ടികളും മാനേജ്മെന്റ് വിലക്ക് ലംഘിച്ച് കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രകടനത്തിൽ അണിചേർന്നു. തുടർന്ന് ജിഷ്ണുവിനായുള്ള അനുശോചന യോഗം. ജിഷ്ണുവിന്റെ മരണശേഷം മുഖംമൂടി ധരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ കുട്ടികൾ മാനേജ്മെന്റിനെതിരെ പൊട്ടിത്തെറിച്ചു. ആ അമ്മയുടെ കണ്ണുനീർ ഇനിയും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തിനാണ് ജീവിക്കുന്നത്? അധ്യാപകൻ എന്ന് പറഞ്ഞ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതെന്ന അർത്ഥം. ഇവിടുത്തെ അധ്യാപകർ എങ്ങനെയാണോ? ബന്ധന കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായാലും ശരി, ഫ്രീഡം ഇല്ലാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അടച്ചിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഷമം, അതിന്റെ ദുഃഖം, അത് ദുഃഖം തന്നെയാണ്. കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥി അഖില പെൺകുട്ടികളുടെ പിന്തുണ തേടിയപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. പെൺകുട്ടികളുടെ സൈഡിൽ നിന്ന് ഇവിടെ വരാൻ പറ്റുമോ? നെഹ്റു കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥി യൂണിയൻ പ്രഖ്യാപനത്തിനും ബാസ്കറ്റ്ബോൾ കോർട്ട് സാക്ഷ്യം വഹിച്ചു. കേസ് നടത്തിപ്പിനായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി CP ഉദയഭാനുവിനെ വെക്കണമെന്ന നിർദ്ദേശം കുടുംബാംഗങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. സഹപാഠിയുടെ വിയോഗം മറച്ചുവെക്കാതെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയായിരുന്നു പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾ. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസ് അടക്കമുള്ളവരെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് നൽകും. കേസിൽ ഉൾപ്പെട്ട 5 പ്രതികൾക്കായാണ് നോട്ടീസ്. പ്രതികൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അന്വേഷണ സംഘം വിമാനത്താവളങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നെഹ്റു ഗ്രൂപ്പ് ചെയർമാനും കേസിലെ 1ാം പ്രതിയുമായ P കൃഷ്ണദാസ, കോളേജ് PROയും മുൻ മന്ത്രി KP വിശ്വനാഥന്റെ മകനുമായ സഞ്ജിത്ത് വിശ്വനാഥൻ, വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ, അധ്യാപകരായ CP പ്രവീൺ, വിപിൻ എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ്. P കൃഷ്ണദാസിന് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം പ്രതികളെ കണ്ടെത്താൻ നോട്ടീസ് ഇറക്കുന്നത്. ഇവർ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത പോലീസ് വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് നൽകി. സംസ്ഥാനത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും 5 സംഘങ്ങളായി നടത്തുന്ന തിരച്ചിലിനു പുറമെ പ്രതികൾ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇല്ലാതാക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇന്നലെ കോളേജിൽ നടത്തിയ പരിശോധനയിൽ രക്തക്കറകൾ കണ്ടെത്തിയിരുന്നു. മർദ്ദന ദൃശ്യങ്ങൾക്കായി പോലീസ് CCTV ഹാർഡ് ഡിസ്കുകൾ പരിശോധിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഹാർഡ് ഡിസ്കുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ജിഷ്ണുവിന് മർദ്ദനമേറ്റതായുള്ള അന്വേഷണ റിപ്പോർട്ടിന് ബലം നൽകാൻ ശാസ്ത്രീയ തെളിവുകൾക്കായുള്ള ശ്രമത്തിലാണ് സംഘം. രക്തക്കറയുടെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് അടക്കമുള്ള തെളിവുകൾ കേസിൽ നിർണായകമായേക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊല്ലത്ത് യുവാവിനും പെൺകുട്ടിക്കുമെതിരെ ഒരു സംഘം സദാചാര ഗുണ്ടകൾ നടത്തിയ കടുത്ത പീഡനത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. കഴിഞ്ഞ 16-നാണ് അഴീക്കൽ ബീച്ചിന് സമീപം സദാചാര ഗുണ്ടകൾ അക്രമം നടത്തി ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. പാലക്കാട് സ്വദേശിയായ യുവാവും ശൂരനാട് സ്വദേശിയായ പെൺകുട്ടിയും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. അഴീക്കൽ ബീച്ചിലെത്തിയ പാലക്കാട് സ്വദേശിയായ യുവാവും കൊല്ലം ശൂരനാട് സ്വദേശിനിയുമായ യുവതിയുമായ സുഹൃത്തുക്കളെ ഒരു സംഘം യുവാക്കൾ ചേർന്ന് ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്തു. എന്നുമാത്രമല്ല, രംഗങ്ങൾ പകർത്തിയ സദാചാര ഗുണ്ടകൾ ഈ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തതാണ് വിവാദമായിരിക്കുന്നത്. മാനസികമായും ശാരീരികമായും തങ്ങളെ ഇവർ പീഡിപ്പിച്ചുവെന്ന് ഇരുവരും പറഞ്ഞു. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് അവർ പരാതി നൽകി. എന്റെ കൂട്ടുകാർ ഒരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മറയുള്ള ഒരു സ്ഥലത്തേക്ക് മാറി നിന്നപ്പോൾ ഒരു 2 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ അവള് ബഹളം വെക്കുകയും ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ഏരിയയിൽ ഉണ്ടായിരുന്ന മദ്യപിച്ചിട്ടുള്ള 2 ആൾക്കാരുമായിട്ട് അവളെ കടന്ന് പിടിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ ആ 2 പേരുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം അവരിന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തി. ഞാൻ കംപ്ലൈന്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ എടുത്തപ്പോഴത്തേനും വേറെ 3 പേരും കൂടി വന്നു. അപ്പോഴത്തേനും ഇവര് സീൻ മാറ്റി, അതായത് ഞങ്ങൾ തമ്മിൽ എന്തോ അവിഹിതം നടന്നെന്നുള്ള രീതിയിലാക്കി.
അതേസമയം സദാചാര പോലീസ് ചമയുന്നത് വീണ്ടും മടങ്ങി വരുന്നതിന്റെ സൂചനകളാണ് ഇപ്പോഴത്തെ സംഭവം തെളിയിക്കുന്നതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ നേതാവുമായ സൂസൻ കോടി പറഞ്ഞു. മൊബൈലിൽ പകർത്തിയിട്ട് ലോകം മുഴുവൻ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ അപകടം എന്താണെന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അറിയില്ല. ഏറ്റവും ഒരു ദരിദ്രമായ അവസ്ഥയിൽ കഴിയുന്ന കുടുംബമാണ്. അത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്രയും നല്ല വിദ്യാഭ്യാസവും നല്ല സംസ്കാരവും ഒക്കെ ഉണ്ടെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ പോലും ഒരു ചെറുപ്പക്കാരനും പെൺകുട്ടിയും ഇരുന്ന് സംസാരിക്കുക, അവരൊരുമിച്ച് യാത്ര ചെയ്യുക, ഇതൊക്കെ പറയുന്ന തടയാൻ ഇവരെ ആരാണ്ട് അവകാശപ്പെടുത്തിയിരിക്കുന്ന ചുമതലപ്പെടുത്തിയിരിക്കുന്ന രീതിയിലാണ് ഈ ക്രിമിനലുകൾ വരുന്നത്. സദാചാര ഗുണ്ടകളുടെ ആക്രമണത്തിനിരയായ ഇരുവരും ഒരേ സ്ഥാപനത്തിലെ ജീവനക്കാരാണ്. അഴീക്കലിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സദാചാര ഗുണ്ടായിസത്തിനെതിരെ പ്രതിഷേധ യോഗം ചേർന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം BA ബ്രിജിത്ത് ഉദ്ഘാടനം ചെയ്തു. മുമ്പും അഴീക്കൽ ബീച്ചിലെത്തുന്ന സ്ത്രീകളെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. സദാചാര ഗുണ്ടാവിളയാട്ടത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് അടുത്തിടെ ഉണ്ടായ സദാചാര ഗുണ്ടാവിളയാട്ടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. വാലന്റൈൻസ് ദിനത്തിൽ കരുനാഗപ്പള്ളി അഴീക്കൽ ബീച്ചിലെത്തിയ ചെറുപ്പക്കാരായ യുവതിയുവാക്കളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ വ്യക്തമായ നിയമവ്യവസ്ഥകൾ പ്രകാരം കേസെടുക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. യുവതിയുവാക്കളെ സദാചാര ഗുണ്ടകൾ ആക്രമിക്കുന്നതും ആക്രമണത്തിന് ഇരയായവർ യാചിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. അക്രമികൾ ഉപയോഗിക്കുന്ന വാക്കുകളും ഭാഷയും ഏറെ നികൃഷ്ടവും സാംസ്കാരിക ബോധത്തിന് നേരെയുള്ള കൊഞ്ഞനം കുത്തലുമാണ്. ഏതു സാഹചര്യത്തിലായാലും പൊതുജനങ്ങളെ കയ്യേറ്റം ചെയ്യാനോ കടന്നുപിടിക്കാനോ ആർക്കും അധികാരം നൽകിയിട്ടില്ല. ഈ ദൃശ്യങ്ങൾ ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിച്ചു എന്നത് കടുത്ത നിയമലംഘനമാണ്. ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ആളിനെയും നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. കാഞ്ഞിരമ്പുഴ ഡാമിന്റെ ബണ്ട് തകർന്നു. ഡാമിന്റെ പ്രധാന ബണ്ടാണ് തകർന്നത്. ബണ്ട് തകർന്നതിനെ തുടർന്ന് കാഞ്ഞിരമ്പുഴ, കാരക്കുറിശി, കാച്ചമ്പാറ പഞ്ചായത്തുകളിലെ കുടിവെള്ളം മുടങ്ങി. ആറളം ഫാമിൽ തൊഴിലാളികൾ നടത്തുന്ന സമരം അവസാനിച്ചു. ADMന്റെ സാന്നിധ്യത്തിൽ കളക്ടറും തൊഴിലാളി നേതാക്കളും നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത്. കഴിഞ്ഞ 2 മാസക്കാലത്തിലേറെയായി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ആറളം ഫാമിൽ ജോലി ചെയ്യുന്ന ആദിവാസികളടക്കമുള്ളവരുടെ ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് മുഴുവൻ ശമ്പളവും കൊടുത്തു തീർക്കണമെന്നും തുടർന്നും ശമ്പളം കൃത്യമായി ലഭിക്കാനുള്ള വഴികൾ ഉണ്ടാക്കണമെന്നും പ്ലാന്റേഷൻ തൊഴിലാളികളെ അഗ്രികൾച്ചർ തൊഴിലാളികളാക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളികളും ജീവനക്കാരും CITU, INTUC, AITUC എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. ഈ മാസം 8-ാം തീയതി ആരംഭിച്ച സമരം അവസാനിപ്പിക്കാൻ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ 21-ന് കലക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്താനിരിക്കെയാണ് ADMന്റെ സാന്നിധ്യത്തിൽ കലക്ടറും തൊഴിലാളി നേതാക്കളുമായി ചർച്ച നടന്നത്. മുഴുവൻ ശമ്പള കുടിശ്ശികയും കൊടുത്തു തീർക്കാൻ ചർച്ചയിൽ തീരുമാനമായി. 23-ാം തീയതിക്കുള്ളിൽ 2 മാസത്തെ ശമ്പള കുടിശ്ശിക നൽകാം എന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ്. അതിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കണമെന്നാണ് തൊഴിലാളി യൂണിയനുകൾ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. 1 കോടിയോളം രൂപ സർക്കാർ ആറളം ഫാമിന് ഫണ്ട് അനുവദിച്ചിട്ടുമുണ്ട്. കശുവണ്ടി സംഭരിക്കുന്നതിന് വേണ്ടി കാപ്പെക്സ് ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാപ്പെക്സ് അഡ്വാൻസ് ആയിട്ട് തുക ഫാമിന് അനുവദിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് 23-ാം തീയതിക്കുള്ളിൽ 2 മാസത്തെ കുടിശ്ശികയായിട്ടുള്ള ശമ്പളം നൽകാം എന്നിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്ലാന്റേഷൻ തൊഴിലാളികളെ അഗ്രികൾച്ചർ തൊഴിലാളികളാക്കാനുള്ള ആവശ്യം പിന്നീട് പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ശ്രീശാന്തിന് വിലക്ക് തന്നെയെന്ന് BCCI സ്ഥിരീകരിച്ചു. ഇക്കാര്യം അറിയിച്ച BCCI വീണ്ടും കേരള ക്രിക്കറ്റ് അസോസിയേഷന് കത്തയച്ചു. 2013 ഒക്ടോബർ 5-നാണ് BCCI ശ്രീശാന്തിനെ വിലക്കിയത്. അന്നത്തെ ഉത്തരവിന്റെ പകർപ്പാണ് BCCI ഇപ്പോൾ വീണ്ടും അയച്ചിരിക്കുന്നത്. തന്നെ വിലക്കിയതായി അറിയില്ല എന്നായിരുന്നു ശ്രീശാന്തിന്റെ വാദം. ഞായറാഴ്ച ജില്ലാ ലീഗിൽ കളിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ശ്രീശാന്തിന് തിരിച്ചടി കിട്ടിയത്. IPL വാതുവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് കോടതി ശിക്ഷിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ശ്രീശാന്തിന് BCCI വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ സസ്പെൻഷൻ മാത്രമാണ് തനിക്കെതിരെയുള്ളതെന്നും വിലക്കുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം ശ്രീശാന്ത് പ്രതികരിച്ചത്. ഈ സാഹചര്യത്തിലാണ് വിലക്ക് ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട രേഖകൾ BCCI വീണ്ടും ശ്രീശാന്തിന് നൽകിയത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുഖാന്തരമാണ് രേഖകൾ കൈമാറിയത്. 2013 ഒക്ടോബറിൽ നൽകിയ അതേ രേഖകൾ തന്നെയാണ് ശ്രീശാന്തിന് നൽകിയതെന്നും അന്ന് ശ്രീശാന്ത് ഒപ്പിട്ടു വാങ്ങിയതിന്റെ രേഖകളും നൽകിയിട്ടുണ്ടെന്നും KCA വൃത്തങ്ങൾ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണത്തിന് ഇല്ലെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി JS ജോർജ് വ്യക്തമാക്കി. ഞായറാഴ്ച തുടക്കമാകുന്ന ജില്ലാ ലീഗിലൂടെ ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്താനുള്ള ശ്രമത്തിലായിരുന്നു ശ്രീശാന്ത്. വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് വീണ്ടും എത്തിയത് ഈ മോഹങ്ങൾക്ക് തിരിച്ചടിയായി. ഈ സംഭവങ്ങളോട് പ്രതികരിക്കാൻ ശ്രീശാന്ത് തയ്യാറായിട്ടില്ല. ശ്രീശാന്തിന്റെ വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് KCA നേരത്തെ BCCIക്ക് കത്തയച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ഉത്തർപ്രദേശ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ഞായറാഴ്ചയാണ് പോളിംഗ്. 69 മണ്ഡലങ്ങളിലായി 826 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ശിവപാൽ യാദവിന്റെയും മുലായത്തിന്റെ മരുമകൾ അപർണ യാദവിന്റെയും വിധിയെഴുത്ത് ഈ ഘട്ടത്തിലാണ്. ഇരുവരുടെയും പ്രചാരണത്തിന് മുലായം സിംഗ് നേരിട്ട് എത്തിയിരുന്നു. ഇതിനിടയിൽ RSSന്റെ സംവരണ വിരുദ്ധ പരാമർശം ഉയർത്തിക്കാട്ടിയാണ് BSP പ്രചാരണം. പടിഞ്ഞാറൻ UPയിലേതിന് സമാനമായി വിശ്വാസവും ബീഫും ഹിന്ദുത്വവും തന്നെയാണ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന 69 മണ്ഡലങ്ങളിലെയും പ്രചാരണ വിഷയം. 12 ജില്ലകളിലായി 826 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. ഇതിൽ 110 സ്ഥാനാർത്ഥികളും വിവിധ ക്രിമിനൽ കേസുകൾ നേരിടുന്നവർ. 2012 തെരഞ്ഞെടുപ്പിൽ 54 സീറ്റുകളോടെ സമാജ്വാദി പാർട്ടിയായിരുന്നു മുന്നിൽ. രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന BSP 15 സീറ്റുകൾ നേടിയെടുത്ത് BJPക്ക് 5 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ 2 മണ്ഡലങ്ങൾ മാത്രം നേടിയ കോൺഗ്രസുമായുള്ള സമാജ്വാദിയുടെ സഖ്യത്തോട് ജനങ്ങളുടെ വിലയിരുത്തൽ കൂടിയാകും മൂന്നാം ഘട്ട പോളിംഗ്. അഖിലേഷ് യാദവിന്റെ ജന്മസ്ഥലമായ ഇറ്റാവ ഉൾപ്പെടെ യാദവ് കുടുംബത്തിന്റെ കോട്ടയാണ് മിക്ക മണ്ഡലങ്ങളും. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് ചോർച്ച BJPയിലേക്കുണ്ടായതിനാൽ അഖിലേഷ് യാദവിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടവുമാണിത്. മുലായം സിംഗ് യാദവിന്റെ സഹോദരൻ ശിവപാൽ യാദവ്, മരുമകൾ അപർണ യാദവ് എന്നിവരുടെ വിധിയെഴുത്തും ഈ ഘട്ടത്തിൽ തന്നെ. പാർട്ടിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടയിലും ഇരുവരുടെയും പ്രചരണത്തിനായി മുലായം സിംഗ് ഇത്തവണ നേരിട്ട് രംഗത്തെത്തി. 57 സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയും 12 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും മത്സരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ മണ്ഡലമായ ലക്നൌവിൽ ഉൾപ്പെടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ആവർത്തിക്കാനാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. എന്നാൽ RSS നേതാവിന്റെ സംവരണ വിരുദ്ധ പരാമർശവും അറവുശാലകൾ അടച്ചുപൂട്ടുമെന്ന BJPയുടെ പ്രഖ്യാപനങ്ങളും വൻ തിരിച്ചടിയേകുമെന്നാണ് BSP കരുതുന്നത്. വിജയ ഫോർമുലകൾ ശക്തമെന്ന് BJPയും സമാജ്വാദി കോൺഗ്രസ് സഖ്യവും അവകാശപ്പെടുമ്പോഴും ബീഫ് പൊളിറ്റിക്സ് ഉയർത്തിക്കാട്ടിയുള്ള BSPയുടെ പ്രചരണം വൻ മുന്നേറ്റമാണ് മൂന്നാം ഘട്ട മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മർത്തോമ സഭ വലിയ മെത്രോപൊലിത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ 100ാം പിറന്നാൾ ആഘോഷം നാളെ മാരാമൺ കൺവെൻഷൻ നഗറിൽ നടക്കും. ഏപ്രിൽ 17-നാണ് 100 വയസ്സ് തികയുന്നത് എങ്കിലും കൺവെൻഷനിൽ വിശ്വാസികളോടൊപ്പം ആഘോഷിക്കാനാണ് മർത്തോമ സഭ നാളെ പിറന്നാൾ ആഘോഷിക്കുന്നത്. 2017 ഏപ്രിൽ 17-ന് 100ന്റെ നിറവിലെത്തുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ പിറന്നാളാഘോഷം വിശ്വാസികളോടൊപ്പം നടത്താൻ മാർത്തോമ സഭ തീരുമാനിച്ചതിനെ തുടർന്നാണ് കൺവെൻഷൻ നഗറിൽ വലിയ ആഘോഷമാക്കുന്നത്. രാവിലെ 10-നാണ് മരാമൺ കൺവെൻഷൻ നഗറിൽ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. വിശിഷ്ട വ്യക്തികളടക്കം 10,000-ങ്ങളായിരിക്കും പരിപാടിയിൽ പങ്കെടുക്കാനെത്തുക. ക്രിസോസ്റ്റം തിരുമേനി എന്നാൽ വിശ്വാസികൾക്കും മറ്റുള്ളവർക്കും നർമ്മത്തിന്റെ തമ്പുരാനാണ്. എന്നും കുട്ടികളോട് കൂട്ടുകൂടുന്ന വലിയ ഇടയന്റെ പിറന്നാളാഘോഷത്തിൽ കുട്ടികളും പങ്കെടുക്കും. കുറിക്കുകൊള്ളുന്ന നർമ്മമാണ് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയെ ആരാധകരുടെ കൂട്ടുകാരനാക്കുന്നത്. ഇത് 100 വർഷം സഭയിൽ നിന്നും ജനങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പത്രപ്രവർത്തകരിൽ നിന്നുമൊക്കെ എനിക്ക് വലിയ സഹായവും സന്തോഷവും ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ദോഷമായിട്ട് ആരും വീട്ടിൽ ചെന്നല്ലാതെ പരസ്യമായി പറഞ്ഞിട്ടില്ല. അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞതിലേ. പത്തനംതിട്ട ജില്ലയിലെ ഇരവുപേരൂർ കലമണ്ണിൽ KE ഉമ്മൻ കശീശയുടെയും ശോശാമയുടെയും മകനായി 1917 ഏപ്രിൽ 17-ന് ജനിച്ച മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ ആദ്യനാമം ഫിലിപ്പ് ഉമ്മൻ എന്നായിരുന്നു. ബാംഗ്ലൂർ യൂണിയൻ തിയോളജിക്കൽ കോളേജ്, കാൻഡർബറി സെന്റ് അഗസ്റ്റിൻ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും ദൈവശാസ്ത്ര വിദ്യാഭ്യാസം നടത്തിയ അദ്ദേഹത്തിന് 1944-ൽ കശീശ സ്ഥാനങ്ങൾ ലഭിച്ചു. 1999 ഒക്ടോബർ 23-ന് സഭയുടെ 20ാമത് മാർത്തോമ മെത്രാപ്പൊലീത്തയായി സ്ഥാനമേറ്റ അദ്ദേഹം 2007-ൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം സ്ഥാനത്യാഗം ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വലിയ മെത്രാപ്പൊലീത്ത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് മാർ ക്രിസോസ്റ്റം. മരാമണിൽ നിന്നും ബിജേഷ് നടുവിൽ. കേരളത്തിലെ പ്രമുഖ ബിൽഡർമാരായ അസറ്റ് ഹോംസിന് ഇനി പുതിയ ലോഗോ. സാമൂഹ്യ പ്രതിബദ്ധതയും വിശ്വാസവും ഉറപ്പു നൽകുന്ന ലോഗോ കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. 4 ശ്രേണികളിലായി 20 പുതിയ ഭവന പദ്ധതികൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് അസറ്റ് ഹോംസ് MD V സുനിൽകുമാർ പറഞ്ഞു.